വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് മാർച്ച് 18 വെനസ്ഡേ ആണ്. ഇന്നത്തെ ഫോറക്സ് മാർക്കറ്റിൽ XIUSDയുടെ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ഒരു അനാലിസിസ് ആണ്, നമ്മളുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം ഒരു 12 o'clock വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കൂടുതലും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേ ടൈം ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം. ഇന്നത്തെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ഇപ്പോഴും സെല്ലിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെയും നമുക്ക് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ഏതിലാണോ ഉള്ളത് അതിലേക്ക് തന്നെ മാർക്കറ്റിന് പോകാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ മാർക്കറ്റ് ആണ്. അതായത് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഒരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരേ തരത്തിലുള്ള ബൈ ആയാലും സെൽ ആയാലും ഒരേ തരത്തിലുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ SL ഹിറ്റ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മാർക്കറ്റ് വളരെയധികം നോർമൽ ആണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ്മെന്റ് ഉള്ള ഒരു മാർക്കറ്റാണ് ഇന്നത്തെ നിലവിലുള്ള മാർക്കറ്റ്. അതായത് ഇന്നത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഡേ ടൈം മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേയിനേക്കാൾ കൂടുതൽ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. കാരണം രണ്ട് സൈഡിലേക്കും അത്യാവശ്യം കുറച്ച് മൂവ്മെന്റ്സ് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഓവറോൾ ഒരു മാർക്കറ്റ് ട്രെൻഡ് സെൽ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിജക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു സേഫ് ആയിട്ട് നമ്മളൊരു ബൈ ട്രെൻഡിലേക്ക് ഓവറോൾ മാർക്കറ്റ് ഒന്നും വന്നിട്ടില്ല. അതായത് ഒരു ചെറിയ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമുകൾ, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമുകളൊക്കെ മാത്രമേ ഒരു ബൈ ട്രെൻഡിലേക്കൊക്കെ ജസ്റ്റ് വരുന്നുള്ളൂ. അത് ഇമ്മീഡിയറ്റ്ലി തന്നെ സെല്ലിലേക്ക് ആകുന്ന ഒരു രീതിയിലുള്ള ഇത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ് ആയിട്ടുള്ളത് ബൈയിലേക്ക് മാറുന്നതോടെ വരെ കൂടുതൽ സേഫ് ആയിട്ടുള്ളത് സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5016.38 ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത്. അതായത് നിലവിൽ ഒരു ഡയറക്ഷൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബൈയിലേക്കാണ്. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾക്ക് കുറച്ച് ബൈയിലേക്ക് പോയിട്ട് നമുക്ക് സെല്ലിൽ തന്നെയാണ് കുറച്ച് കൂടുതൽ ഡൗൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതായത് 5015 നിന്ന് 4981 വരെ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും മാർക്കറ്റ് 5016 പോയത്. ഈ 5016, 18 എന്നൊക്കെ പറയുന്ന റേഞ്ച് വലിയൊരു 5012 എന്നൊക്കെ പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇന്ന് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നിലവിലത്തെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഒരു ലോങ് റൺ ചെയ്യുന്ന ഒരാളുകൾക്ക് കൂടുതൽ സെൽ ഓപ്പർച്യൂണിറ്റികളായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുണ്ടാവും. സ്കാൽപ്പിംഗ് ട്രേഡ് ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലും ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിലവിലത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 5014 to 16, 5012 ആ ഒരു റേഞ്ച് ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും 4990 റേഞ്ച്, 4988 to 4998 റേഞ്ച് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ ഒരുപാട് ബൈ ഓർഡേഴ്സ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 5002, 5004, 5006 റേഞ്ചുകളും ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷെ അവിടെ വളരെ ഇതായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നിലവിലത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4981 ആണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5016.38 ആണ്. അതായത് 4980 ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും വരികയാണെങ്കിലാണ് കുറച്ചുകൂടി, അതായത് 4960, 73 ആ ഒരു റേഞ്ചിലേക്കൊക്കെ, 4973 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4960 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വലിയൊരു ഹ്യൂജ് സെല്ല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 5016, 18, 22 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ 5038, 44 റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകാനുള്ള സാധ്യതകളുണ്ട്. 5028, അതുപോലെ തന്നെ 32, 34, 40 റേഞ്ചുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. മാർക്കറ്റിന് ബൈയിലേക്ക് പോവുകയാണെങ്കിൽ കൂടിയും 5028 നിന്ന് നമുക്കൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ 5034, 38 റേഞ്ചുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നലത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു 5044. അതിലേക്കൊക്കെ മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് ന്യൂട്രലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് മിഡിലിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഈ ഒരു ന്യൂയോർക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ വരെ ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെ സ്കാൽപ്പേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഏത് ട്രേഡ് എടുക്കുക, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി സെല്ല് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിൽ നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റ് വേഗം തന്നെ വലിയ വലിയ റിജക്ഷനിലേക്ക്, എൻട്രികളൊന്നും തരാതെ വലിയ റിജക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വളരെ ഫാസ്റ്റ് ഒന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് വളരെ സ്ലോലി മൂവ് ചെയ്യുന്ന മാർക്കറ്റാണ്. അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ കാര്യങ്ങൾ നിലവിലുണ്ട്. ഏത് ട്രേഡ് എടുക്കുകയാണെങ്കിലും, ബൈ ആണെങ്കിലും സെല്ലാണെന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് എസ്എല്ലും അതുപോലെ തന്നെ പ്രോപ്പർ എൻട്രി, പ്രോപ്പർ എക്സിറ്റ് കാര്യങ്ങൾ കറക്റ്റ് സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ XIUSD അനാലിസിസ് ചാനലിലാണ് നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ട്രേഡ്സിന് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ബിപ്സോളം നമുക്ക് പ്രോഫിറ്റ് ആണ്. നിലവിൽ പ്രോഫിറ്റിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് XIUSDയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്